നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മർത്തയെ കുറിച്ചാണ്. ഇത്രയും നാള് എല്ലാവരും ഹല്ലേലൂയ മരിയെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ള ലാസറിനെ കുറിച്ച്. പക്ഷെ നമ്മളിന്ന് മർത്തയാണ് നമ്മുടെ സബ്ജക്ട്. ഹല്ലേലൂയ 11-ാം അധ്യായം 1 തുടങ്ങിയിട്ട് ആമേൻ ഹല്ലേലൂയ വായിക്കും. നമ്മൾ ഇന്നലത്തെ വചനം സംസാരിച്ചു. അവിടെ മർത്തയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ. ഹല്ലേലൂയ നമ്മളിന്ന് മത്തായിയുടെ സുവിശേഷത്തെ ലൂക്കോസിന്റെ സുവിശേഷത്തെ പ്രസംഗിച്ചു. അവിടെ നമ്മൾ മർത്തയെ കുറിച്ചൊന്ന് പ്രതിപാദിച്ചിരുന്നു. ആമേൻ വായിച്ചു സിസ്റ്റർ ഒന്ന് തുടങ്ങി വായിക്കും. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവെ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ താൻ അന്നിരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. അതിന്റെ ശേഷം അവൻ ശിഷ്യന്മാരോട്, നാം വീണ്ടും യഹൂദിയയിലേക്ക് പോക എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, റബ്ബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ ഭാവിച്ചുവല്ലോ, നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. അതിന് യേശു, പകലിന് 12 മണി നേരമില്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല. രാത്രി ഇവിടെ ഇന്നലെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വായിച്ചപ്പം അവിടെ എഴുതിയിരുന്നു ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിച്ചിരുന്നു പിന്നെ അവർ യാത്ര പോകുകയിൽ അവൻ ഒരു ഗ്രാമത്തിൽ നിന്ന് മർത്ത എന്ന പേരിലും ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ പറഞ്ഞു മർത്തയാണ് യേശു കർത്താവിനെ ഭവനത്തിലേക്ക് വിളിച്ചു കയറ്റി അല്ലെങ്കിൽ വീട്ടിൽ കൈക്കൊണ്ട്. അത് കാരണമാണ് മറിയയ്ക്ക് ആ പാതവിടെ ഇരിക്കാൻ പറ്റിയത്. പിന്നീട് ലാസറിന്റെ മരണസമയത്തും കർത്താവ് കടന്നു വരാൻ ഇടയായതൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ അവിടെ പോകുന്ന വഴിയൊക്കെ ആ വഴി പോകുമ്പോഴെല്ലാം അവിടെ കയറിയിരുന്നു എന്നൊക്കെ നമ്മൾ കാണുന്ന കുടുംബമായിട്ട് വളരെ. പക്ഷെ അവിടേക്ക് വരാനിടയായത് മർത്തയായിരുന്നു. ഹല്ലേലൂയ. കർത്താവിനെ കൈക്കൊണ്ടത് മർത്തയായിരുന്നു. കർത്താവിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുത്ത് മർത്തയായിരുന്നു. ഇച്ചിരി എന്താ പറയാ സംസാരമൊക്കെ ഉണ്ടെങ്കിലും മർത്തയാണ് ആ ഭവനത്തിന്റെ രക്ഷയ്ക്ക് കാരണമായി. അപ്പൊ അതുപോലെ നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ നമ്മളെയൊക്കെ ഭവനങ്ങളിലേക്ക് ചിലപ്പോൾ നമ്മൾ ആയിരിക്കും അതിന് കാരണം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അവിടേക്ക് വന്നു കഴിയുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ വളരെ അനുഗ്രഹമായി മാറാറുണ്ട്. പക്ഷേ യഥാർത്ഥമായി കർത്താവിനെ കൈക്കൊള്ളുന്നവരുണ്ട്. ഇവിടെ മർത്തയെ കുറിച്ച് ഇവിടെ തുടക്കത്തിൽ മറിയയുടെ ഉള്ള സഹോദരി മർത്തയുടെ ഗ്രാമം ബഥാനിയ ലാസർ എന്നിട്ട് ദീനമായി കിട്ടുന്നത്. ഈ മറിയയായിരുന്നു കർത്താവിന്റെ പരിമള തലം പൂശി തന്റെ തലമുടിയുടെ കാൽ തുടച്ചത്. അവളുടെ സഹോദരൻ ലാസർ ആയിരുന്നു ദീനമായി കിടന്നു. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനായ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. ഹല്ലേലൂയ. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടില്ല, ദൈവത്തിന് മഹത്വപ്പെടേണ്ടത്രേ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സ്റ്റോറി ഒരുപാട് പ്രാവശ്യം നമ്മൾ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, പലയിടത്തും നമ്മൾ പ്രസംഗം കേട്ടിട്ടുണ്ട്. അപ്പം ലാസറിന് സുഖമില്ലാതിരുന്നപ്പോൾ സഹോദരിമാര് കർത്താവിന്റെ ഇടയ്ക്കിലേക്ക് അലച്ചു. അടുത്ത ഭാഗം തുടങ്ങുന്ന യേശു മർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. അവിടെ കർത്താവ് എടുത്ത് യേശു മറിയെ എന്നല്ല അവിടെ തുടക്കം തന്നെ മർത്തയും അവളുടെ സഹോദരി മറിയയും ലാസറിനെ സ്നേഹിച്ചു. അപ്പം കർത്താവ് സ്നേഹിച്ച പേരെടുത്ത് പറഞ്ഞ സഹോദരി ആദ്യം കിടക്കുന്ന മർത്തയും തന്നെ. കാരണം ആ ഭവനത്തിലെ കർത്താവിനെ കൈക്കൊണ്ടത് മർത്തയാണ്. ഹല്ലേലൂയ. നമ്മളൊക്കെ ഓരോ ഭവനത്തിൽ നമ്മൾ ആദ്യമായി ദൈവത്തെ കൈക്കൊള്ളുന്നവരോട്, ആദ്യമായി ദൈവത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങുന്നവരോട് കർത്താവിന് പ്രിയം തന്നെയാണ്. ഹല്ലേലൂയ. ആ പ്രിയം കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളവർക്കൊരു കർത്താവിന് പ്രിയം ഉണ്ടാകുന്ന. നമ്മളൊക്കെ പല ആൾക്കാരും ഇതിലിരിക്കുന്നവര് ആദ്യമേ വിശ്വാസത്തിൽ വന്നവരായിരിക്കും അല്ലെ. പക്ഷെ നമ്മളെക്കാട്ടി നമ്മുടെ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ചിലപ്പോൾ മേ ബി നമ്മളെക്കാട്ടി വലിയ ശുശ്രൂഷകരോ അല്ലെങ്കിൽ നമ്മളെക്കാട്ടി വലിയ ആൾക്കാരോ ഒക്കെ വന്നേക്കാം. പക്ഷെ എന്നിരുന്നാലും കർത്താവിന് പ്രിയം എപ്പോഴും ആദ്യജാതനോട് തന്നെ. ആദ്യമായപ്പം അപ്പൊ ഇവിടെ മർത്തയെ കുറിച്ച് അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നമുക്കറിയുന്ന പോലെ അവിടെ ദീനമായി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രിയനായവൻ എന്നൊക്കെ തന്നെ പറഞ്ഞിട്ടും ഹല്ലേലൂയ ലാസറിനെ സ്നേഹിച്ചു. എന്നിട്ടും അപ്പൊ മർത്തയെയും സഹോദരിയെയും ലാസറിനെ സ്നേഹിച്ച് എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ട് താൻ അന്നിരുന്നെടുത്ത് സ്ഥലത്ത് 2 ദിവസം പാർത്തു. അതിന്റെ ശേഷം
അവൻ ശിഷ്യന്മാരോട് നാം വീണ്ടും ഈ ഭൂതിയിലേക്ക് പോവുക എന്ന് പറഞ്ഞു. അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും എപ്പോഴും പറയുന്ന കണക്ക് ഏറ്റവും പ്രിയമുള്ള ആൾക്കാരാണ്. അല്ലെ, അവിടെ നിന്ന് ഒരാള് അയച്ചിട്ടും സുഖമായി കിടക്കുന്നു എന്ന് സുഖമില്ലാതെ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ടും കർത്താവ് ഇരുന്നിടത്ത് നനങ്ങിയത് പോലും ഇരുന്നത് 2 ദിവസം കൊണ്ടാണ് പാർത്ത്. അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും കർത്താവിനോട് ചോദിക്കാറുണ്ട്, ഹല്ലേലൂയ, ആമേൻ, കർത്താവേ നീ പ്രാർത്ഥന ഒന്നും കേൾക്കുന്നില്ലേ? ഞങ്ങളുടെ വിഷമം കണ്ടിട്ട് എന്താ അനങ്ങാതിരിക്കുന്നത്? എന്തുകൊണ്ടാ വരാതിരിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാ മറുപടി അയക്കാതെ എന്നൊക്കെ ചോദിക്കാല്ലേ. അപ്പൊ നമ്മളോട് ഇഷ്ടമില്ലേ? ഇതൊക്കെ നമ്മുടെ വായിന്ന് വരുന്ന വാക്കുകളല്ലേ. നമ്മളോട് ഇഷ്ടമില്ലേ? നമ്മളെ കാണുന്നില്ലേ? നമ്മളെ കേൾക്കുന്നില്ലേ? ഇതൊക്കെ നമ്മളും ചോദിക്കല്ലേ. അപ്പൊ കർത്താവിന് ഒന്നേ പറയാനുള്ളൂ, ഹല്ലെ, നിങ്ങള് അവൻ പ്രിയമായിട്ടുള്ള ഒരാണെങ്കിലും ഹാലലി ചില സമയത്ത് കർത്താവ് മിണ്ടത്തില്ല, അല്ലെ വരുത്തില്ല, അല്ലെ മൗനമായിരിക്കും. ഹാലല്യ, ആമേ ഹാലല്യ. അപ്പൊ അവിടെയൊക്കെ കർത്താവ് മൗനമായിരിക്കും. നമ്മളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നമ്മളെ കാണാഞ്ഞിട്ടല്ല, കർത്താവ് അറിയാഞ്ഞിട്ടല്ല, കർത്താവ് കേൾക്കാഞ്ഞിട്ടല്ല. പക്ഷേങ്കില് ചില സമയങ്ങളിൽ കർത്താവ് അവിടെ തന്നെ ഇരിക്കും. ഇവിടെ പറയുന്ന പോലെ ഈ മരണം ദീനത്തിനായിട്ടില്ല, ദൈവനാമ മഹത്വത്തിനായിട്ട് അത്രേ എന്ന് പറയുന്ന പോലെ ചിലതൊക്കെ ദൈവത്തിന്റെ നാമ മഹത്വത്തിനായി മാറാൻ വേണ്ടിയിട്ട് കർത്താവ് ചിലപ്പോൾ വൈകുന്നത്. അല്ലെ, ഞാൻ അവിടെ നിന്ന് താഴേക്ക് വരികയാണ്. 17-ാം വാക്യം തുടങ്ങിയിട്ട് വായിക്കാവോ സിസ്റ്ററെ? യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. ബഥാന്യ യെരുശലേമിനരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മർത്തയും മറിയയും സഹോദരനെയും കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവനെ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവത്തിനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് പോയി തന്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ച്, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ കേട്ട് മതി. ഓക്കെ, ആമീൻ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ പറയുന്നത് യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറി വെച്ചിട്ട് 4 ദിവസം എന്ന് കഴിഞ്ഞു. ബെഥാന്യ യെരുശലേമിന് അരി ഏകദേശം 2 നാഴി ദൂരത്തെ. മർത്തയും മറിയയും സഹോദരനെയും കുറിച്ച് ആശ്വസിപ്പിക്കേണ്ട പല യഹൂദന്മാരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മർത്ത അവന് എതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിൽ ഇരുന്നു. ഹല്ലേലൂയ. ഇപ്പോഴും നമ്മൾ കാണുന്നു, സഹോദരന്റെ മരണ വാർത്ത അറിഞ്ഞിട്ട് യേശു കർത്താവ് വന്ന്, അപ്പൊ അങ്ങോട്ടേക്ക് പ്രവേശിച്ചിട്ടില്ല. യേശു കർത്താവ് അവിടെ ആ എൻട്രൻസിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അവൻ വന്നു എന്ന് കേട്ടപ്പോൾ തന്നെ കർത്താവിന് എതിരേൽക്കാനായിട്ട് ഓടി എഴുന്നേറ്റ് പോകുന്നൊരു മർത്തയെ കാണുന്നു. മറിയോ അവിടെ തന്നെ ഇരുന്നു. ഹല്ലേലൂയ. മർത്ത കർത്താവിന് എതിരേൽക്കാനായിട്ട് ചെന്നു. അതിനെക്കാട്ടി എന്നെ ഹല്ലേലൂയ, മർത്ത അവിടെ എതിരേൽക്കാൻ ചെന്നതല്ല, പിന്നെ അടുത്ത ചെന്ന് കഴിഞ്ഞിട്ട് പറയുന്നതാണ്, ആമേ, കർത്താവേ, മർത്തയേശൻ, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അടുത്തത്, ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ മർത്ത ഒരു ഡിക്ലറേഷൻ ഹല്ലേലൂയ കർത്താവിനോട് നടക്കാൻ, ഇപ്പോഴും എന്നുവെച്ചാൽ എന്റെ സഹോദരൻ മരിച്ച് 4 ദിവസമായി, നാറ്റം വെച്ചു. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോഴും നീ ആമേൻ പിതാവിനോട് എന്തപേക്ഷിച്ചാലും അത് നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. അവിടെ എന്നിട്ട് മർത്ത ഇവിടെ പറയും, താഴോട്ടുള്ള സംഭാഷണമൊക്കെ പലപ്പോഴും എടുത്ത ആൾക്കാർ മർത്ത എന്നിട്ട് കർത്താവിനെ പഠിപ്പിക്കാൻ ചെന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ മർത്ത അവിടെ നാറ്റം വെച്ചു എന്ന് പറഞ്ഞ് കർത്താവ് അവിശ്വാസം പറയുന്ന, പക്ഷെ മർത്ത അവിടെ പറഞ്ഞു ഒരു വാക്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് അത് ടച്ച് ചെയ്ത്, കാരണം ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ച് ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ആ ലാസ്റ്റ് നമ്മൾ കർത്താവ് യേശു ക്രിസ്തു ലാസറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ഥലം ഒന്ന് നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. പിതാവേ, 41, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടാൽ ഞാൻ നിന്നെ പാട്ട്, നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. മർത്തയോട് പറഞ്ഞ എന്താ? കർത്താവ് ഇപ്പോഴും നിന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. കർത്താവ് ഇവിടെ പറയുന്നതും അതേ വാക്യം തന്നെയാണ് കർത്താവ് പറഞ്ഞ് ഹല്ലേലൂയ ചൊല്ലി ആ ഏറ്റു പറയുന്ന വാക്യം അതാണ്. പിതാവേ, എപ്പോഴും എന്താ പറയുക, നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നെന്ന് ഞാൻ അറിയുന്നു. ആമേൻ, സ്തോത്ര. ഹല്ലേലൂയ. അപ്പൊ മാർത്ത അവിടെ റിലീസ് ചെയ്തൊരു വചനമുണ്ട്.
മർത്ത വിശ്വാസത്തോട് കർത്താവിനോട് പറഞ്ഞ ഒരു വചനമുണ്ട്. ആ വചനം പറഞ്ഞു തന്നെയാണ് 4 നാളായി നാറ്റം വെച്ച ലാസറിനെ ഹാലില് ദൈവം ഉയർപ്പിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ എല്ലാവരും എപ്പോഴും മർത്തയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും മർത്ത കർത്താവിനോട് എതിരേൽക്കാൻ ചെന്നു എന്ന് കഴിഞ്ഞിട്ട് താഴോട്ട് ഇങ്ങോട്ട് പറയുന്ന വാക്യങ്ങളൊക്കെ എടുത്ത് എല്ലാവരും പ്രസംഗിക്കുമ്പോൾ മർത്ത എന്തോ ഒരു കൊള്ളരുതാത്ത, അല്ലെങ്കിൽ മർത്ത എന്തോ ഒരു ബുദ്ധിയില്ലാത്ത, മർത്ത എന്തോ ഒരു വിവരമില്ലാത്തൊരു വ്യക്തിയാണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് പലവിധ കാര്യങ്ങൾ വിചാരപ്പെട്ട് മനസ്സ് ഇടറിപ്പോകുന്ന വചനമൊന്നും അറിയാത്ത മറിയാണ് നല്ല അംശം തെരഞ്ഞ് ദൈവത്തിന്റെ പാദപീഠത്തിൽ വചനം കിട്ടും. പക്ഷെ മർത്തയ്ക്ക് ഒന്നും അറിയില്ല എന്ന രീതിയിലാണ് നമ്മൾ ഇത്രയും നാൾ സംസാരിക്കുക. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന കാണാതെ പോകുന്ന കണ്ടിട്ടും കാണാതെ പോയ ഒരു വചനമാണിത്. മർത്ത എന്ത് വചനം പറഞ്ഞാണ് കർത്താവിനോട് പറഞ്ഞ അതേ വചനം പറഞ്ഞെന്ന് ലാസറിനെ ഉയർപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയാം, അത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാൽ ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നു എന്ന് പറയും. യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തി. ആ വാക്ക് പറഞ്ഞപ്പോഴാണ് കർത്താവ് മർത്തയോട് പറയുന്നത് നിന്റെ സഹോദരൻ ഉയർത്തിരുന്നത്. കാരണം നീ പറഞ്ഞ നിന്റെ വിശ്വാസത്താൽ തന്നെ ഞാൻ പിതാവിനോട് എന്തപേക്ഷിച്ചാൽ ഇപ്പോഴും എനിക്ക് ലഭിക്കുമെന്ന് നീ പറഞ്ഞ ആ വചനത്താൽ തന്നെ നിന്റെ സഹോദരനെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിച്ച് നിനക്ക് തരും. ഹല്ലേലൂയ. അപ്പോഴത്തേന്ന് പറഞ്ഞു മർത്ത അവനോട് ഒടുക്കത്തെ നാൾ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു. മർത്ത ആ വചനം വായിന്ന് പറയുമ്പോഴും ഹല്ലേലൂയ. ചില സമയത്ത് ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തിന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ നമ്മൾ അറിയാണ്ട് നമ്മുടെ വായിന്ന് വചനമായിട്ട് പുറത്തു വരുമ്പോൾ സ്വർഗം അത് പിടിച്ചെടുക്കും. മർത്ത പോലും അറിയാതെ മർത്ത റിലീസ് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഹല്ലേലൂയ. കാരണം നമ്മൾ കാണുന്നുണ്ട് ഹല്ലേലൂയ. ഈ കുരുടനായ മനുഷ്യൻ ഇരുന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. അത്രയും ആൾക്കാരുടെ ഇടയിൽ കൂടെ അത്രയും ബഹളമൊക്കെ ഉണ്ടായി പൊക്കടി ഇത് കേട്ടതും കർത്താവ് നിന്നു. അല്ലെ? ആ വചനം അല്ലെ വെളിപ്പാട് അവന്റെ വായിന്ന് വന്നത്, ശബ്ദം ദൈവത്തിന് കാതിൽ വീണതും കർത്താവ് നിന്ന് അപ്പൊ തന്നെ നിന്നിട്ട് അവനെ വിളിക്ക് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ അവിടെയൊക്കെ ഭയങ്കര നമ്മളറിയാം പോകുന്ന സമയത്തൊക്കെ ഭയങ്കര ബഹളം, എല്ലാം രണ്ടു സൈഡിൽ നിന്ന് ആൾക്കാർ നിന്ന് തിക്കുകയും തിരക്കുകയും വെള്ളം വെക്കുകയും. പക്ഷെ അതിനിടയിലും കർത്താവ് ഒരുവൻ നിന്ന് വെളിപ്പാട് പറഞ്ഞപ്പോ ദൈവം കേട്ടു. അതുപോലെ മർത്ത ഇവിടെ പറഞ്ഞൊരു വെളിപ്പാട് മർത്തയ്ക്ക് പോലും അറിവില്ല, അല്ലെ ചിലപ്പോ അറിയാണ്ട് അങ്ങ് മർത്തയുടെ വായിൽ പുറത്തേക്ക് വന്ന് റിലീസായി വെളിപ്പാടാണ്. നമ്മൾ പറയുന്ന ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്വർഗം ഇങ്ങനെ പിടിച്ചെടുക്കും. അത് ഹല്ലേലൂയ. അത് പിന്നീട് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ പറയുന്ന നെഗറ്റീവ് കാര്യങ്ങളും അതുപോലെ നമ്മുടെ വായിന്ന് വരരുത്. അതുപോലെ പക്ഷെ നമ്മൾ ചില സമയത്തൊക്കെ ഇരുന്നിട്ട് നമ്മളുടെയൊക്കെ ചില കാര്യം ഞാനത് ആരോടെ ഞാൻ പറയുകയും ചെയ്തു. ഞാൻ നമ്മുടെ വേണുദാസ് പാസ്റ്റർ അവിടെ മറ്റേ മാണി ബ്രദർ ശുശ്രൂഷ സമയത്ത് ഒരു ദിവസം നമ്മുടെ ജോഷുവയുടെ കാലത്തെ വചനം പറഞ്ഞപ്പം ജോഷു അവിടെ നിന്നിട്ട് പറയും, സൂര്യ നിൽക്ക ചന്ദ്ര അനങ്ങരുത്, എന്നുവെച്ചാൽ ഈ യുദ്ധം തീരും വരെ അനങ്ങി പോരുത്, അതവിടെ നിന്നോണം, അസ്തമിക്കരുത് എന്ന് പറയുന്ന പോലെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ബൈബിൾ എടുത്ത് വെച്ച് അതിന്റെ ബൈബിളിന്റെ മുകളിൽ ഇങ്ങനെ എഴുതി. അന്ന് നമ്മുടെ വിസയുടെ പ്രശ്നമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ അപ്പൊ ഞാൻ എഴുതി ഇങ്ങനെ ആ മാസം എൻഡിന് ഡേറ്റ് ഇട്ട് ഞാൻ പറഞ്ഞു, ഈ മാസം ഇതിനുള്ളിൽ എന്റെ ആ വിഷയം സോൾവ് ചെയ്യാതെ ഈ മാസം കടന്നു പോകരുത് എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ബൈബിളിൽ എഴുതി വെച്ച്. ഹല്ലേലൂയ. ആ മാസത്തിന് ഞാനൊരു ഡെഡ് ലൈൻ വെച്ചു. എന്റെ ഈ വിഷയം സോൾവ് ചെയ്ത് ഈ മാസം അങ്ങോട്ട് ഈ മാസം തീരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ച. ഞാൻ ബൈബിളിൽ അന്നേരം എഴുതി വെച്ചു. പക്ഷെ ഈ വചനം കേട്ടിട്ടുണ്ട്, വചനത്തിന്റെ ഇത് വന്നപ്പോൾ എനിക്ക് അന്നേരം വന്ന സമയത്ത് പെട്ടെന്ന് എന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ട് ഞാനത് എടുത്ത് എഴുതിയതാ. അതുപോലെ തന്നെ ആ മാസം തീരുന്നതിന് എന്റെ ആ വിഷയത്തിന് സൊല്യൂഷൻ ദൈവം തന്നു. ഹല്ലേലൂയ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത്, നമുക്ക് ഒരു വഴിയും ഇല്ലാതിരുന്ന സമയത്ത് ഹല്ലേലൂയ അതിന് വേണ്ട സകലവും ദൈവം ഒരുക്കി തന്ന്. അങ്ങനെ അപ്പൊ ഞാൻ അന്നേരം അറിയാണ്ട് നമ്മളിങ്ങനെ ചില സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ അറിയാണ്ട് നമ്മൾ ചില വചനം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, വചനം കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്നത് നമ്മൾ ചിലപ്പോൾ അങ്ങ് ഡിക്ലെയർ ചെയ്തിരുന്നിട്ട് നമ്മൾ പോലെ അറിയാതെ ഡിക്ലെയർ ചെയ്യും. നമ്മൾ ചിലപ്പോൾ അത് മറന്നു എഴുതി വെച്ച് അല്ലെങ്കിൽ പറഞ്ഞത് മറന്നു. പക്ഷെ സ്വർഗം അത് മറക്കത്ത്, സ്വർഗം അത് അങ്ങനെ തന്നെ ഏറ്റെടുക്കും. നമ്മുടെ വിശ്വാസത്തിന്റെ ചില വാക്കുകൾ ഹല്ലേലൂയ അത് നമ്മുടെ ചിലപ്പോൾ ചില വചനത്തിന്റെ വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ നിന്ന് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അപ്പൊ അത് ദൈവം ഇങ്ങനെ ഹല്ലേലൂയ അങ്ങനെ തന്നെ അത് പിടിച്ചെടുക്കും. ഹല്ലേലൂയ അങ്ങനെ തന്നെ അത് ഏറ്റെടുക്കും. ഹല്ലേലൂയ. കാരണം വെച്ചാൽ അമ്മയുടെ പറഞ്ഞ ഒരു വാക്യമാണ് ഹല്ലേലൂയ, അല്ലെങ്കിൽ മർത്ത ഡിക്ലെയർ ചെയ്ത ഒരു വാക്യം, ഒരു വചനമാണ് ഹല്ലേലൂയ. ആ വചനം റിലീസ് ചെയ്തത് മർത്തയാണ്. ആ വചനത്താൽ തന്നെയാണ് ഹല്ലേലൂയ ലാസറിനെ വിളിക്കുക. അപ്പൊ താഴോട്ട് നമ്മൾ വായിക്കാൻ കാണാം. അപ്പൊ മർത്തയ്ക്ക് വചനം അറിയാന്നുള്ളതിന്റെ ഉറപ്പാണ് ഹല്ലേലൂയ. അവിടെ പറയുന്ന ഒടുക്കത്തെ നാളിൽ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും, ഉറപ്പാ.
കർത്താവ് നീ കൊടുക്കുന്ന നാളെ എല്ലാവരും പുനരുദ്ധാനത്തിൽ ഉയർത്തി, കാരണം നിന്നെ വിശ്വസിക്കുന്നവരാരും മരിച്ചാലും ജീവിക്കുന്നൊക്കെ നീ പറഞ്ഞിട്ടുണ്ട്, അതിന് എഴുന്നേൽക്ക തന്നെ ചെയ്യുമെന്ന് പറയാം. അതിനുശേഷം യേശു അവളോട് ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനും ആകുന്നു, എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും, ജീവിച്ചത് എന്നെ വിശ്വസിക്കുക ആരും ഒരു നാളും മരിക്കുകയില്ല, ഇത് നീ വിശ്വസിക്കുന്നെന്ന് ചോദിച്ചു. അടുത്ത മറിയം പറയുന്ന കാര്യം ഞാൻ അപ്പോൾ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ ഉപകർത്താവേ, ലോകത്തിൽ വരുവാണ് ദൈവത്തിനെ ക്രിസ്തു നീ തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടു. ഇപ്പോഴും കർത്താവ് ആരാന്നും ഹാലേലിയ എന്താണെന്നും കർത്താവ് ഹാലേലിയ പുനരുദ്ധാനം നാൾ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇതെല്ലാം മർത്തയ്ക്ക് അറിയാം അല്ലെ. മർത്ത അപ്പൊ പലവിധ ഭാരങ്ങളാൽ ജോലിയിലൊക്കെ ആയിരിക്കുമ്പോൾ മർത്ത ശ്രദ്ധ വെച്ച് കർത്താവ് പറയുന്ന ഓരോ വചനം പാതപ്പെടുത്തി ഇരുന്നില്ലെങ്കിൽ പോലും അവളത് കേൾക്കുന്നുണ്ടായിരുന്നു, അവളത് റിസീവ് ചെയ്യുന്നുണ്ട്, അവളുടെ ഉള്ളത്തിൽ അതുണ്ടായിരുന്നു. ഹാലേലിയ. പലപ്പോഴും നമുക്ക് തോന്നും ചില ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ ഇങ്ങനെയാണ്, പക്ഷെ അങ്ങനെ ആണെന്ന് പറയുമ്പോഴും ചില ആൾക്കാരുടെ ഉള്ളിൽ വചനമുണ്ട്. ചില ആൾക്കാർ പാതപ്പെടുത്തി തന്നെ ഇരുന്ന് കേൾക്കുന്നവർ, അത് സ്വീകരിക്കുന്നവർ. ചില ആൾക്കാർ പാതപ്പെടുത്തി ഇരുന്നാലും വലിയ പ്രയോജനമൊന്നും ഇല്ലാത്തവരുണ്ട്. അപ്പൊ പല വിധത്തിൽ വചനം എപ്പോഴും ഹാലേലിയ അതിങ്ങനെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് കരുതൽ. എന്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട് ഹാലേലിയ, അവൾ എനിക്കൊരു മെസ്സേജ് ഇടുകയാണ്, ഹാലേലിയ എന്റെ കൂടെ പഠിച്ച ഹിന്ദു. അവൾ പറഞ്ഞ എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ കൂടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്ക് പക്ഷെ ഞാൻ യൂട്യൂബിൽ നിന്റെ നീ പറയുന്ന പ്രസംഗമൊക്കെ ഇങ്ങനെ പ്രസംഗമൊക്കെ ഞാൻ കേൾക്കും, പക്ഷെ എനിക്ക് എല്ലാം ഒന്നും മനസ്സിലാകത്തില്ല കേട്ടോ, എന്നാലും ഞാൻ കേൾക്കും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു അത് നീ വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം ദൈവത്തിന്റെ വചനം കേട്ട എല്ലാവർക്കും അത് മനസ്സിലാകത്തൊന്നുമില്ല. പക്ഷേ അത് കേട്ടോണ്ടിരിക്കുമ്പം ദൈവം നിങ്ങളോട് ചിലപ്പോൾ ഒരു വാക്കായിരിക്കും ഇടപെടുന്നത്, അത് നിങ്ങൾക്കുള്ള വാക്കാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അതോടെ ഉപയോഗിക്കപ്പെടും അല്ലെ. വചനത്തിന്റെ ഫുള്ളി പ്രസംഗിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇപ്പൊ എല്ലാവരും ദേവദാസന്മാരെല്ലാം പ്രസംഗിക്കുന്നത് എല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടാണ് ചെന്ന് കേൾക്കുന്നത് അല്ലെ. എല്ലാം ഒന്നും മനസ്സിലാകത്തില്ല, ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒന്നും മനസ്സിലാകത്തില്ലായിരുന്നു. പക്ഷെ നമ്മൾ കേൾക്കും തോറും അറിയും തോറും നമ്മൾ വായിക്കും തോറും നമ്മൾ വചനം മെഡിറ്റേറ്റ് ചെയ്ത് നമ്മൾ അത് ഗ്രഹിക്കാനായിട്ട്. അപ്പൊ ഇത് കേൾക്കുന്നവർക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് കേൾക്കാതിരിക്കരുത്. ഇത് കേൾക്കണം. കേൾക്കുമ്പോ എന്താ സംഭവിക്കുക, ഇതിനകത്ത് നമ്മൾ എപ്പോഴെങ്കിലും പറയുന്ന ഒരു വാക്കായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. ഞാൻ എപ്പോഴും പറയുന്ന വചനം എല്ലാം നമുക്കുള്ളതല്ല, പക്ഷെ ഇതിലൊരു വാക്ക് ഒരു വാക്യമൊക്കെ നമുക്കുള്ളതായിരിക്കത്തുള്ളൂ. അത് നമ്മൾ ശ്രദ്ധയോട് കേട്ടിരുന്ന് അത് നമ്മൾ റിസീവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ അത് വിടുവിക്കും. ഹല്ലേലൂയ. അതിനെന്ത് വേണം, നമ്മൾ കേൾക്കണം, ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കണം. ഹാലേലൂയ. നമ്മുടെ വചനം എപ്പോഴും ഹാലേലൂയ തുടങ്ങുമ്പോൾ പോലെ അവസാനിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുമ്പോഴായിരിക്കും ആ വചനം നമ്മളെ വിടുവിക്കുന്നത്. ഇന്നലെ ഞങ്ങളുടെ ദേവദാസൻ പറഞ്ഞാൽ, ഇന്നലെ മുകളിൽ ദേവദാസൻ ഇന്നലെ പറഞ്ഞ കാര്യം നമ്മുടെ ആരാധനയെ കുറിച്ച് സംസാരിച്ചേ. ആരാധന എങ്ങനെ ഉള്ളതായിരിക്കും, എന്താണ് ശരിക്കുള്ള വർഷിപ്പ്. ഹാലേലൂയ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ഹാലേലൂയ നീ സ്നേഹിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ സ്നേഹിക്കുന്നവർ എന്താണ്, എന്നെ സ്നേഹിക്കുന്നവർ എന്റെ വചനം പ്രമാണിക്കും. ഹാലേലൂയ. വചനത്തെ കേട്ട് പ്രമാണിക്കുന്നവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. അപ്പൊ ആ ദൈവത്തെ സ്നേഹിക്കുന്നവര് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സ്തുതിയും അപ്പൊ നന്ദി സൂചകമായി നമ്മൾ ദൈവത്തെ ആരാധിക്കും. ഇപ്പൊ അവിടെ പറഞ്ഞ ഒരു കാര്യം, പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ ആത്മാവോട് പൂർണ്ണ ശക്തിയോട് പൂർണ്ണ മനസ്സോട്. ഹാലേലൂയ. ഇത് 4 വരുമ്പം നമ്മൾ എന്ന വ്യക്തിത്വം ഇത് കഴിഞ്ഞ പിന്നെ വല്ലതും ഉണ്ടോ? പൂർണ്ണ ഹൃദയം കൊടുത്തു, പൂർണ്ണ ആത്മാവ് കൊടുത്തു, പൂർണ്ണ മനസ്സ് കൊടുത്തു, പൂർണ്ണ ശക്തി കൊടുത്തു. ഇത് ഇത്രയും മാറ്റി നോക്കുന്നത് നമ്മൾ പിന്നെ ഉണ്ടോ? ഇല്ല. ഇത് ഇത്രയും മാറ്റി പിന്നെ നമ്മളില്ല, നമ്മളെന്ന ഈ ഒരു വ്യക്തി ഇല്ല. അല്ലെങ്കിൽ നമ്മളെന്ന വ്യക്തിത്വത്തിന്റെ 100% ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്ന അങ്ങനെയായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ സ്നേഹിക്കണം. പിന്നെ നമ്മളെന്ന പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മളെന്ന വ്യക്തി ഇല്ല. അവിടെ എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം നമ്മൾ എന്ന് വെച്ചാൽ ഒരു യാഗവസ്തു, ഹല്ലേലൂയ, യാഗവസ്തുവിനെ ദൈവത്തിന് യാഗമായി സമർപ്പിക്കുന്ന കണക്ക് തന്നെ ആയിരിക്കും നമ്മളെ സമർപ്പിക്കേണ്ടത്. നമ്മുടെ ശക്തി എപ്പോഴും ശരീരത്തിലാണ്, നമ്മുടെ ഹൃദയത്തിലാണ്. ഹാലേലൂയ സ്റ്റോറി. അപ്പൊ അത് ഹാലേലൂയ അവിടെ കർത്താവിന് ഒരിക്കലും ഫുൾ വേറൊന്നും ഹൃദയത്തിൽ കയറിയിരിക്കാൻ പാടില്ല. അടുത്തത് പൂർണ്ണ മനസ്സ്, നമ്മുടെ ചിന്തകൾ മുഴുവൻ ഹാലേലൂയ അത് കർത്താവിനായിരിക്കണം. ഹാലേലൂയ. കർത്താവിനെ കുറിച്ചല്ല, കർത്താവിനെ സ്നേഹിക്കുക, അത് മൊത്തം വിട്ടുകൊടുക്കും ചിന്താമൻ. അതുപോലെ നമ്മുടെ ആത്മാവ് അതും പൂർണ്ണമായി കർത്താവിന് വിട്ടുകൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം എന്ന് പറയാൻ നമ്മളെന്ന് പറയുന്ന വ്യക്തിത്വം പൂർണ്ണമായിട്ടും കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് സ്നേഹിക്കണം. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത് അങ്ങനെ നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അറിയാണ്ട് ഹല്ലേലൂയ. അപ്പൊ ആ സ്നേഹം വരുമ്പോ ദൈവത്തിന്റെ കൽപ്പനകൾ കേട്ട് പ്രമാണിക്കും. ഹല്ലേലൂയ. അപ്പൊ അതുപോലെ അപ്പൊ നമ്മൾ ദൈവത്തിന് വേണ്ടി കംപ്ലീറ്റ്ലി സറണ്ടർ. ദൈവത്തിന് മുമ്പ്
നമ്മുടെ നമ്മൾ മരിച്ചു ജീവിച്ചെഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉള്ള അവകാശം നമുക്കല്ല. ഇന്നലെ രാത്രി ഇവിടെ നമ്മൾ കുറച്ച് നേരം മറ്റേ ഷിംനി അനിൽബദും വന്ന് പ്രാർത്ഥിക്കാനൊക്കെ. അപ്പൊ ആ സമയത്ത് പറഞ്ഞ പുള്ളി അപ്പൊ അവര് പറഞ്ഞുകൊണ്ട് ഒരു വചനം പറഞ്ഞപ്പോ എന്നോട് പെട്ടെന്ന്, നമ്മൾ നേരത്തെ പ്രാവശ്യം ദൈവത്തിന്റെ അന്വേഷണമായിട്ട് പലരും ഇന്ന് ചിന്തിച്ചേക്കുന്ന ഹാലയിലെ കർത്താവ് പറഞ്ഞേക്കുന്ന ആമേ ഹാലയിലെ ഒരു വലിയ വയല് വാങ്ങിയ ആമേ ഒരു ആളുടെ ഉമ്മയും ഒരു വലിയ നല്ല മുത്ത് വാങ്ങിച്ച ഒരു വ്യാപാരിയുടെ ഉമ്മയൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം നമ്മൾ പോയിട്ട് എന്തത് വാങ്ങിയെന്നാണ്. ഹല്ലേലൂയ. ഒരിക്കലും അല്ല. ഞാൻ അന്ന് പറഞ്ഞ കണക്ക് ദൈവം എന്നോട് ഇടപെട്ടപ്പോൾ നമ്മളന്ന് പറഞ്ഞ ആ വെളിപ്പാട് ഞാൻ പറഞ്ഞ കണക്ക് പലരും പ്രസംഗിക്കുമ്പോൾ അങ്ങനെ അപ്പൊ പറഞ്ഞ കാര്യം വെച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ. ഞാൻ ഇന്നലെ കറക്റ്റ് ഞാൻ പറഞ്ഞ അങ്ങനെ സകലതും വിറ്റ് ആമേൻ ആ മുത്ത് വാങ്ങിയ വ്യാപാരി ആരാച്ചത് കർത്താവ് യേശുക്രിസ്തുവ. ആ കർത്താവ് യേശുക്രിസ്തു വാങ്ങിയ മുത്ത് ആരാച്ചത് നമ്മൾ ഓരോരുത്തരും. ആ മുത്ത് വിലയേറിയ മുത്ത് സർവ്വതും വിട്ട് ഹല്ലേലൂയ സർവ്വതും ആമെ ഉപേക്ഷിച്ചിട്ട് സകലതും മാറ്റിയിട്ട് കർത്താവ് അത്ര വില കൊടുത്ത് വാങ്ങിയ നമ്മൾ ഓരോരുത്തരെയും. അങ്ങനെ കർത്താവ് വാങ്ങിയ നമ്മള് പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് നടക്കാനുള്ളവരല്ല. ഹല്ലേലൂയ. അപ്പൊ സ്വന്തം ജീവൻ കർത്താമേ അതുപോലെ ഹല്ലേലൂയ. ഇന്നലെ ദൈവമേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആമേ ഹല്ലേലൂയ. കാരണം നമ്മുടെ ഏദൻ തോട്ടത്തിൽ വെച്ചിട്ട് ആദാമിന് ദൈവം കൊടുത്ത മഹത്വമാണ് പിശാചിന്റെ ലക്ഷ്യം. മഹത്വമാണ് അവൻ കളഞ്ഞത് പാപം ചെയ്യിച്ച്. പക്ഷെ ആ മഹത്വം കളഞ്ഞ് നമ്മളെ സ്വന്തമാക്കാൻ വേണ്ടി സകല മഹത്വത്തിന്റെ ആ മഹത്വത്തിന്റെ ഉടുപ്പ് അല്ലെങ്കിൽ മഹത്വം അണിഞ്ഞിരുന്ന കർത്താവ് മഹത്വത്തെ അഴിച്ചു വെച്ച് കർത്താവ് മഹത്വത്തെ അഴിച്ചു വെച്ചിട്ട് നമുക്ക് തുല്യനായ ഹല്ലേലൂയ ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. ഇപ്പൊ നമ്മൾ നഷ്ടപ്പെട്ട മഹത്വം നമുക്ക് തിരിച്ചെടുത്ത് തരാൻ വേണ്ടി സ്വന്തം മഹത്വത്തെ മാറ്റി വെച്ചിട്ട് നമ്മുടെ കൂടെ നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി നമ്മളെ മഹത്വത്തിന് അർഹരാക്കി. നമ്മൾ ഈ മഹത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ നഷ്ടപ്പെടുത്തി കളഞ്ഞ മഹത്വം നമുക്ക് തിരിച്ചെടുത്ത് തരാൻ വേണ്ടി കർത്താവിന്റെ മഹത്വത്തെ മാറ്റിവെച്ചു. ആ മഹത്വമായിട്ടല്ല കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. മഹത്വം അവിടെ അഴിച്ചു വെച്ചിട്ട് തന്നെയാ വന്നത്. തന്നെത്താൻ ഒഴിച്ച് ഹല്ലേലൂയ ആമേൻ ദാസനായി വിളങ്ങി മനുഷ്യരൂപം എടുത്ത് നമ്മുടെ ഇടയിലേക്ക് വന്നത് നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയ പിശാച് നമ്മളെ ചതിയാൽ ഉപായത്താൽ നഷ്ടപ്പെടുത്തി കഴിഞ്ഞ മഹത്വത്തെ തിരിച്ചു തരാൻ വേണ്ടി കർത്താവ് മഹത്വം അവിടെ അഴിച്ചു വെച്ച് നമുക്ക് വേണ്ടി അതുപോലെ നമ്മളിലേക്ക് ഇറങ്ങി വന്നിട്ട് നമുക്ക് നേടുന്നത്. അപ്പൊ അങ്ങനെ നേടുന്ന കർത്താവ് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. അപ്പൊ ഇവിടെ മർത്ത പറയുന്നത് അതുകൊണ്ട് നീ തന്നെയാണ് മശിഹ എന്ന് ഞാൻ അറിയും. അപ്പൊ അവളിൽ വന്ന ആ വെളിപ്പാടുകൾ ഹല്ലേലൂയ അവൾ പറഞ്ഞ ആ ഒരു വചനം അവരുടെ കുടുംബത്തിൽ അവരുടെ ജീവിതത്തിൽ ആ സഹോദരന്റെ ജീവിതത്തിൽ ഒന്ന് മർത്ത കർത്താവിനെ കൈക്കൊണ്ടവളായിരുന്നു ഹല്ലേലൂയ. രണ്ടാമത് മർത്ത ആ കർത്താവിന് വേണ്ടി സകല ശുശ്രൂഷം ചെയ്തു കൊടുത്ത ആ വീട്ടിൽ കർത്താവ് വന്ന കർത്താവിന് വേണ്ട ഹല്ലേലൂയ ഭക്ഷണം സകലം ഒരുക്കി കൊടുക്കുക എല്ലാം ചെയ്യുക കാര്യങ്ങൾ നോക്കുക. അപ്പൊ കർത്താവ് പോകുമ്പോഴൊക്കെ അവിടെ കയറിയെന്ന് വെച്ചാൽ ഹല്ലേലൂയ മറിയ വചനം കേൾക്കാൻ പാതപ്പെടുത്തിയിരുന്നെങ്കിൽ കർത്താവിന്റെ സ്നേഹത്തോട് ശുശ്രൂഷിച്ച ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് തന്നെയാണ്. അവര് കർത്താവ് സ്നേഹിച്ചു. അടുത്ത കർത്താവ് സഹോദരൻ മരിച്ചെന്ന കർത്താവ് വരുമ്പോഴും ഓടി ഹല്ലേലൂയ അവിടേക്ക് എത്തി ഹല്ലേലൂയ എതിരേൽക്കുന്ന കർത്താവ് ഹല്ലേലൂയ ആ മർത്ത അവിടെ ചെന്നെത്തിലേക്ക് എന്നിട്ട് അവളുടെ വായന അവള് പോലും അറിയാതെ ഒരു വചനത്തെ അവളെ റിലീസ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും അവളിങ്ങനെ വചനം തന്നെയാണ് കർത്താവിന്റെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ ആ വചനം കർത്താവ് വെളിപ്പാടുകളാണ് വിളിച്ചത്. പുനരുദ്ധാനത്തിൽ നീ വരുമ്പോൾ സകലം ഉയർത്തെഴുന്നേൽക്കുന്നു, നീ ദൈവത്തിന്റെ പുത്രനാ മശിഹയാണെന്നും ഒക്കെ പറഞ്ഞതിന് ശേഷം പോയിട്ടാണ് സഹോദരിയെ കൂട്ടിക്കൊണ്ട് വരുന്നത്. ഹല്ലേലൂയ അവിടുന്ന് അവിടുന്ന് പുള്ളിയുടെ സഹോദരിയെ കൂട്ടിക്കൊണ്ട് വരുന്നു. അപ്പൊ യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും വായിച്ചു. ഹല്ലേലൂയ 29 തുടങ്ങിയിട്ട് മിണ്ടല്ലേ. അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവന്റെ അടുക്കൽ വന്നു. യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെ ആയിരുന്നു. വീട്ടിൽ അവളോടുകൂടി ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരുവാൻ പോകുന്നുവെന്ന് വിചാരിച്ച് പിൻചെന്നു. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വെച്ചത് എവിടെ എന്ന് ചോദിച്ചു. കർത്താവെ, വന്നു കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണു യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇത് മർത്തയും പറഞ്ഞു, മറിയയും പറഞ്ഞു. മറിയ അവിടെ കൊണ്ട് നിർത്തുകയാണ്. പിന്നീട് ഒന്നും പറയുന്നിട്ട് നമ്മൾ കാണുന്നില്ല.
അത് കഴിഞ്ഞപ്പോഴത്തേന് യഹൂദന്മാര് ഇവള് കരയാൻ പോവാന്ന് വെച്ച് പുറകെ ചെല്ലുന്ന കാര്യങ്ങൾ. അപ്പൊ അത് കഴിഞ്ഞ് യഹൂദന്മാർ വന്ന് യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവിൽ വന്ന് കാണുകയെന്ന് അവർ അവനോട് പറഞ്ഞു. രണ്ടുപേരും കൂടെ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് വന്ന് കാണുക എന്ന് പറഞ്ഞ് വിളിക്കുന്നു. താഴോട്ട് അല്ലാതെ മറിയ മാത്രമല്ല പറയുന്നത്. കർത്താവ് അവിടെ തന്നെ നിന്നിട്ട് മറിയ വന്നിട്ട് ആ ഒരു കാര്യം മാത്രമേ പറയൂ, നീ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കുകയില്ലായിരുന്നു, ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കർത്താവ് ചോദിക്കുമ്പോ വന്ന് കാണുക എന്ന് ഈ സഹോദരിമാർ രണ്ടുപേരും കൂടെ ഒരുമിച്ച കർത്താവിനോട് പറയുന്ന വായിക്കുന്ന താഴേക്ക്. യേശു കണ്ണുനീർ വാർത്തു. ആകയാൽ യഹൂദന്മാർ കണ്ടു അവന് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചിലരോ കുരുടന്റെ കണ്ണു തുറന്ന ഇവനെയും മരിക്കാതെ കാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കലെത്തി. അതൊരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസരെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം തുണി കൊണ്ട് മുടിയും ഇരുന്നു. അവന്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. മറിയയുടെ മതി. അപ്പൊ വീണ്ടും കർത്താവ് ഇത് പറയുമ്പോഴത്തേന് മർത്ത പറയാമേ, യേശു പിന്നെ ഉള്ളം നൊന്ത് കല്ലറയ്ക്കലെത്തി. അതൊരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിൽ വെച്ചിരുന്നു. കല്ല് നീക്കിനെന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയെ മർത്ത, കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് കല്ലറയ്ക്ക് എത്തിയിട്ട് കല്ല് നീക്കാൻ പറഞ്ഞു. മർത്ത പറയും. അപ്പൊ കർത്താവ് മർത്തയോട് ഒന്ന്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമേ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? ഹല്ലേലൂയ. ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞതാ, ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അത് കർത്താവ് പറയുന്ന ഹല്ലേലൂയ. മർത്തയോട് പറയണം, വീണ്ടും എടുത്തു പറയണം. എന്നിട്ട് അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു ഞാൻ അറിയുന്നു. എങ്കിലും എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കുന്നു. അവർ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ യേശുക്കർത്ത ഡിക്ലെയർ ചെയ്യുന്ന ഈ വാക്യം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ചില സമയത്തൊക്കെ ചില ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഞാനിത് പറയുന്നുണ്ട്. കാരണം നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഈ ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടത്. ഇതുപോലെ തന്നെ നമുക്ക് കർത്താവേ, നീയാണ് എന്നെ ഇവിടേക്ക് അയച്ചിരിക്കുന്നത്. നമ്മൾ പോകുന്ന സ്ഥലത്ത് പലപ്പോഴും കർത്താവ് വന്നിട്ട് നമ്മൾ ചിലയിടത്തേക്ക് കടന്നു പോകും, അല്ലെങ്കിൽ ചില സ്ഥലത്തേക്ക് പോരെന്ന് പറഞ്ഞാൽ പോത്തിലെ പോകണം. അപ്പൊ അവിടേക്ക് കർത്താവ് അയച്ചെങ്കിൽ നീയാണ് എന്നെ അയച്ചതെന്ന് ഈ നിൽക്കുന്നവർ വിശ്വസിക്കേണ്ടതിന്. ഇവരുടെ നാമത്തെ എന്താ പറയാ, എന്താ അവിടെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. എന്റെ ജീവിതത്തിൽ പല പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വാക്യം, എനിക്ക് എന്റെ ഭയങ്കര ഇഷ്ടമുള്ളൊരു വാക്യമാണ്. കർത്താവ് യേശു ക്രിസ്തു, കർത്താവ് ദൈവം പിതാവ് എപ്പോഴും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. എനിക്ക് ഒരു സംശയം വേണ്ട, നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ദൈവം കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത് കേട്ടിട്ട് ഹല്ലേലൂയ കേൾക്കും നമ്മൾ അറിഞ്ഞാൽ മാത്രം പോരാ. നമ്മുടെ ചുറ്റുപാടും നിൽക്കുന്ന അവിശ്വാസികളുടെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. വിശ്വാസികളെ തന്നെ ഇവളെന്താ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്, ഇവളെന്താ കാണിക്കാൻ പോകുന്നത് എന്നുള്ള മെന്റാലിറ്റി നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാവും, അല്ലേ? പല ആൾക്കാരും നമുക്ക് മാർക്കിടാൻ ഇരിക്കുന്നവരുണ്ടാവും. പല ആൾക്കാരും നമ്മള് പരീക്ഷയ്ക്ക് ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. കാരണം ചില സമയത്തൊക്കെ ചില ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുമ്പോഴത്തേന് ശുശ്രൂഷയിലൊക്കെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ചിലപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് എന്നിട്ട് വന്നിരുന്നിട്ട്, സിസ്റ്റർ ഒരു വിഷയമുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കുമോ? വിഷയം ഒന്നും പറയത്തില്ല, ഞാൻ അനങ്ങത്തോ ഇല്ല, ഞാൻ ചോദിക്കത്തോ ഇല്ല. കാരണം എനിക്ക് പണ്ടേ ഇല്ലാത്ത സ്വഭാവമാണ് ചോദിക്കുന്നത്. പക്ഷെ പ്രാർത്ഥിക്കുമ്പം കർത്താവ് കൃത്യമായിട്ട് ഈ വിഷയം ഇടപെടും. അപ്പൊ തന്നെ അവരൊന്ന് ഞെട്ടും. ഹാലയിലെ കാരണം വെച്ചാൽ അപ്പൊ ദൈവത്തിന് നമ്മളുടെ മുമ്പ് വന്നിരിക്കുന്നവരുടെ മനസ്സ് നന്നായിട്ട് അറിഞ്ഞ ദൈവം നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കും. ഒരു സഹോദരി വലിയ ശുശ്രൂഷയാണ്, പുള്ളിക്കാരത്തി പ്രവാചക എന്നാണ് പുള്ളിക്കാരി തന്നെ പറയുന്ന. അങ്ങനെ എനിക്കറിയത്തില്ല. എന്റെ വീട്ടിൽ അതേപോലെ കാണുമ്പോൾ പുള്ളിക്കാരത്തി പല വിഷയങ്ങളും ദൈവാത്മ പൊളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്നെ. ഒരു ദിവസം എന്റെ വീട്ടിൽ ദിവസം വന്നപ്പോ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത ഒരു ഡ്രസ്സ് ഉണ്ട്, അത് വാങ്ങിക്കൊണ്ട് തരാൻ വേണ്ടി വന്നേ പറഞ്ഞു. വന്നിരുന്നപ്പോ തന്നെയാണ് പറഞ്ഞു, സിസ്റ്റർ, അതെ ഒരു വിഷയമുണ്ട്, പോകാൻ തരാം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ?
വിഷയം എന്താന്ന് പറഞ്ഞില്ല. ഞാൻ പ്രാർത്ഥനയിൽ തന്നെ ഞാൻ ചോദിച്ചത് സാമ്പത്തികമായിട്ട് വിഷയമാണല്ലോ സംസാരം. നിങ്ങൾ ആർക്കെങ്കിലും കടം മേടിച്ചു കൊടുക്കുക കാശില്ല, അത് കൃത്യമായിട്ട് ദൈവം ഇടുക. നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി മധ്യസ്ഥ നിന്ന് കാശ് വാങ്ങിച്ചു കൊടുത്തു എന്ന് വെച്ചു. ഇവർ ആകെപ്പാടെ ഞെട്ടിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഇവർ ആർക്കാണ്ട് മധ്യസ്ഥ നിന്നിട്ട് ഏതോ പാർട്ടി കാശ് മേടിച്ചു, ആ പാർട്ടി കൊടുത്ത് ഇപ്പൊ കുടുങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ദൈവം നിങ്ങളോട് ചെയ്യരുന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ദൈവസന്നിധി കുറച്ചിരുന്ന് കരഞ്ഞു. സംഭവം സോൾവ്, പക്ഷെ പെട്ടെന്ന് സോൾവ് ആകത്തില്ല, കുറച്ച് സമയം എടുത്ത് കരഞ്ഞോളാം പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഈ സംഭവം അത് ആ നമ്മളോട് കാര്യം പറയുമ്പോ തന്നെ നമുക്ക് ആ മെന്റാലിറ്റി നമ്മൾ അറിയുന്നില്ല, ദൈവത്തിനറിയാം. കാരണം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന പലപ്പോഴും പല ആൾക്കാരും ഹല്ലേലൂയ നമ്മുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുമ്പോഴും ആ എന്താ ഇപ്പൊ കാണിക്കാൻ പോകുന്നത് കാണട്ടില്ല, ഇവർ എന്താ പറയാൻ പോകുന്നത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു വരുന്ന മെന്റാലിറ്റി ആണെങ്കിൽ ഞാൻ പറയാം, നിങ്ങളോട് ആരുണ്ടെങ്കിലും അങ്ങനെ പിടപെടുന്നത്, നിങ്ങൾ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല, അവർക്കാണ് നിങ്ങൾ പ്രാർത്ഥിച്ച കൃത്യമായിട്ട് ദൈവത്തിന്റെ നന്മ വെളിപ്പെടുത്തും കേട്ടോ. കാരണം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യര് ആരെയെ പരീക്ഷിക്കാൻ വരുന്നത് ചോദിച്ചാൽ നമ്മളെ അല്ല പരീക്ഷിക്കാൻ വരുന്നത്, നമ്മളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കാൻ വരുന്നത്. നമ്മൾ ആത്മാവിലാണെങ്കിൽ, നമ്മൾ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പരീക്ഷിക്കാൻ വരുന്ന ആരാണെങ്കിലും നമ്മളെ അല്ല, അത് പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കുന്നത് മനസ്സിലാക്കിക്കോ. പരിശുദ്ധാത്മ അവർക്ക് വേണ്ടി അവരോട് കൃത്യമായി സംസാരിച്ചു. ഇവിടെ നമ്മൾ കാണുന്ന അവിടെ കർത്താവ് യേശു ക്രിസ്തു ഡിക്ലെയർ ചെയ്യുന്ന ഇത് ഒരു വാക്യം ഇവിടെ ഡിക്ലെയർ. ഞാൻ ഒരിക്കൽ ഇങ്ങനെ സോണിയമ്രത് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ട ഒരു കാര്യം സോണിയമ്രത് പറഞ്ഞത്, നമ്മളെല്ലാവരും അവിടെ അന്നത്തെ വിശ്വാസം മരിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് പോന്നു. ലാസർ മരിച്ചിട്ട് 4 ദിവസമായി. 4 ദിവസം അതിന് കാരണം തന്നെ, 4 ദിവസം കർത്താവ് വന്നതിന് കാരണം യഹൂദന്മാരുടെ ഇടയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. 3 ദിവസം മരിച്ചാൽ ഈ ആത്മാവ് ഇവിടെയൊക്കെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. 3 ദിവസം കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് പോകത്തുള്ളൂ, അല്ലെങ്കിൽ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് പോകത്തുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിശ്വാസം വേണ്ടെങ്കിൽ ഞാൻ വിളിച്ചപ്പോൾ ഇവിടെ നിന്ന് വന്നത് ആരും വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചു എന്നെ 4 ദിവസം കഴിഞ്ഞെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മരിച്ച ആള് എന്തായാലും ആത്മാവ് എവിടെ പോയി, സ്വസ്ഥതയിലേക്ക് അല്ലെങ്കിൽ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് പോയി നിരുന്നുണ്ട്. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു ഈ വാക്ക് പറഞ്ഞോണ്ടേ ലാസറയെ പുറത്ത്, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ നിമിത്തം വിശ്വസിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറയെ പുറത്ത് വലിയെന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്ന് അവന്റെ കാലും കൈ ശീലം കൊണ്ട് കെട്ടി മുഖം റൂമാൽ കൊണ്ട് മൂടിയെന്ന് അവന്റെ കെട്ടെടുപ്പ് അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞ സമയത്ത് ആ റൂമാൽ കൊണ്ട് കെട്ടിയ പുറത്തു വന്നിരിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ ഒരു വാക്കിന്റെ സമയത്ത് തന്നെ, ഈ വാക്ക് പുറപ്പെട്ടോ തന്നെ പോയി അവിടെ അബ്രഹാം പിതാവിന്റെ മടിയെന്ന ആൾ തിരിച്ചു വന്നു ഒന്നകത്ത് ആത്മാവ്. ഈ ജഡം തല മുതൽ കാല് വരെ റുമാല് കൊണ്ട് കെട്ടി ഇരിക്കുന്ന ഒരു ഗുഹയ്ക്കകത്ത്, കുഴിയില, സ്റ്റെപ്പ് ഒന്നും അല്ല, ഒരു ഗുഹയുടെ അടിയില. ഒരു കണ്ണും കാണുന്ന ആള്, കൈയും കാലും കെട്ടാത്ത ആള്, ഹാലയില്ല, നമ്മള് നല്ല ഇതുപോലെ ശരീരം എല്ലാം മൂവ് ചെയ്യാൻ പറ്റുന്ന ആൾക്ക് തന്നെ കയറി വരച്ച് സമയം എടുക്കും. ഇത് കൈയും കാലും ഒക്കെ കെട്ടി മൊത്തം ചുറ്റി കെട്ടി വെച്ചിരിക്കുന്ന മനുഷ്യന് എങ്ങനെ കയറി പുറത്തു വന്നു അതിനകത്തുനിന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു വിടും. പക്ഷേല് തല മുതൽ പാദം വരെ ഇങ്ങനെ ചുറ്റിക്കെട്ടുന്ന അവരെങ്ങനെയാ ശവം അല്ല, നമ്മുടെ കണക്ക് കൈയിനെ കാലം കെട്ടും, മൂക്കല് പഞ്ഞി വെച്ച് കൈയും പിടിച്ച് കെട്ടുന്ന അല്ല, കെട്ടല്ല. അവർ തല മുതൽ ചുറ്റി റുമാല് കൊണ്ട് ഇങ്ങനെ ചുറ്റി കെട്ടും. അത് കെട്ടിക്കഴിഞ്ഞ ആ ബോഡി ഇങ്ങനെ ഒന്നും ആ ഒരു മൂവ്മെന്റ് പോലും ചെയ്യാൻ പറ്റാത്ത അത്ര ഇതായിട്ട് ആ കെട്ടോടു കൂടിയാണ് കാലയിൽ ലാസർ പുറത്തു വന്നത്. ആ കുഴിക്കുള്ളിൽ നിന്ന്, ആ ഗുഹയ്ക്കുള്ളിൽ, ആ ഗുഹ തന്നെ ഇങ്ങനെ കയറി വരാൻ പറ്റുന്ന ഷേപ്പ് അല്ല എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ കയറി വരാൻ പറ്റത് ആ ഒരു ഷേപ്പിൽ ആ ഗുഹ, അതിനകത്തുനിന്ന് ആള് പുറത്തു വന്നു. എങ്ങനെ വന്നെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്നാലും ലാസറിന് തന്നെ കയറി വരാൻ പറ്റത്തില്ല, ജീവൻ വന്നാലും കയറി വരാൻ പറ്റത്തില്ല. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ലാസറിന് തന്നെ കയറാൻ പറ്റത്തില്ല. കാരണം കൈയും കാലം, നമ്മുടെയൊക്കെ കൈയും കാലം കെട്ടിവെച്ചപ്പോലും നമുക്കൊന്ന് ചാടിയൊക്കെ പുറത്തുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന നിരപ്പായ സ്ഥലത്താണ് ചാടിയൊക്കെ മുമ്പോട്ട് പോകും. പക്ഷേ ഈ കുഴിക്കുള്ളിൽ നിന്ന് ഒരാൾക്ക് ചാടി മുകളോട്ട് കയറി വരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പിന്നെ എങ്ങനെ വന്നു വെച്ചാൽ ഞാൻ പറയാം, കർത്താവിന്റെ ഈ ശബ്ദം അങ്ങോട്ട് പുറപ്പെട്ട സമയത്ത് പരിശുദ്ധാൻ പുള്ളി ലിഫ്റ്റപ്പ് ചെയ്ത് പുറത്തുകൊണ്ടിരുത്തി. ഹല്ലേലൂയ. പരിശുദ്ധാൻ പുനരുദ്ധാനത്തിന്റെ ശക്തി എന്ത് ചെയ്യുന്ന ഇതിനെ പൊക്കിയെടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് വെച്ചു. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. ആത്മാവ് അങ്ങനെയാണ്. ഒരാളെ എടുത്ത് നമ്മൾ കാണുന്നു, ഫിലിപ്പോസിനെ എടുത്തിട്ട് കൊണ്ടുപോകുന്നത് കാണുന്നുണ്ട്. ഹല്ലേലൂയ. അതുപോലെ കുഴിക്കകത്ത് കെട്ടല്ല, പൂട്ടല്ല, പെട്ടിക്കകത്തിരിക്കുന്ന ആളെയാണെങ്കിലും പൊക്കിയെടുത്ത് വെളിയിൽ കൊണ്ടുവെക്കാൻ കഴിയുന്ന ഒരേ ഒരു ശക്തിയെ നമ്മുടെ പ്രപഞ്ചത്തിലുള്ളത്, അത് പരിശുദ്ധാത്മ ശക്തി. അതാണ് പുനരുദ്ധാനത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ആ പുനരുദ്ധാന ശക്തി, ഹല്ലേലൂയ, ലാസറിനെ പൊക്കിയെടുത്ത് വെളിയിൽ കൊണ്ടു നിർത്തി.
ആമേൻ, ഹല്ലേലൂയ. അവിടെയാണ് നമ്മൾ അപ്പൊ ഇവിടെ നമ്മൾ ഈ അത്ഭുതങ്ങൾ സംഭവിച്ചതിന് കാരണം, ഹല്ലേലൂയ, ഞാൻ എപ്പോഴും പറയും, ഇപ്പൊ ഞാൻ ഇന്നലത്തെ ഈ വചനം രാത്രി എന്ന് വായിച്ചിട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കുന്ന സമയത്ത്, ഈ അത്ഭുതം എങ്ങനെ സംഭവിച്ചു? മർത്തയുടെ വായിൽ നിന്ന് ഒരു വചനം തന്നെ അച്ഛൻ ദൈവം വിടുവിച്ചത്. അതുകൊണ്ട് സംഭവിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. ആ ഭവനത്തിലേക്ക് ലാസറിന്റെ ഈ 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച് ലാസറിനെ പുറത്തു കൊണ്ടുവരാനായിട്ട് കർത്താവിന് കഴിഞ്ഞതിന്റെ കാരണം എന്താ വെച്ചാൽ, മർത്ത ഭവനത്തിലേക്ക് കർത്താവിനെ വിളിച്ചു കയറ്റിയത്. കർത്താവ് ആ ഭവനത്തിലേക്ക് എൻട്രി ആകാൻ വേണ്ടി കാരണമായ ആൾ ആരാണോ അവർ മുഖാന്തരമാണ് ആ അത്ഭുതത്തോടെ നടന്നത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ. കർത്താവ് പറയുന്ന വാക്യം നമ്മൾ ഭയങ്കര ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റും നമ്മൾ ഓരോരുത്തരും ചെല്ലുമ്പോൾ നമ്മളെ എല്ലാം അയക്കുന്ന പിതാവേ നീ എന്നെ അയച്ചു എന്ന് ഇവർ അറിയണ്ട. അതുപോലെ നമുക്കും പറയാൻ പറ്റും, പിതാവേ നീ എന്നെ അയച്ചു എന്ന്. നീയാണ് എന്നെ അയച്ചതെന്ന് ഇവർ അറിയേണ്ടത്. ഇത് സംഭവിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ ആ സമാധാനം സംഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ എന്റെ ജീവിതത്തിൽ പലപ്പോഴും ആ വാക്യം പറയുന്ന സമയത്ത് അവിടെ ആ സ്പോട്ടിൽ അത്ഭുതം നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അവിടെ ഇത് കാരണം എന്താ, മർത്ത ആ വീട്ടിലേക്ക് കർത്താവിനെ കൈക്കൊണ്ടത് കാരണം. അടുത്ത വാക്യം വായിച്ചത് എന്താ, മറിയുടെ അടുത്ത് വന്ന യഹൂദന്മാർ പലരും അവൻ ചെയ്ത് കണ്ടിട്ട് അവരിൽ വിശ്വസിച്ചു. അതുവരെ വിശ്വാസി വരാൻ പോലും മടിച്ചിരുന്ന യഹൂദന്മാർ ഈ ഒരു അത്ഭുതം കണ്ടപ്പോൾ അവിടെ അവരിൽ വിശ്വസിക്കാൻ കാരണം വെച്ചാൽ കർത്താവ് പറയുന്ന പോലെ ഇത് മരണത്തിനായിട്ട്, ഈ ദീനം മരണത്തിനായിട്ട്, ദൈവനാമ മഹത്വത്തിനായിട്ട് അത്രേ. അപ്പൊ ചിലയിടത്തൊക്കെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയൊക്കെ കേട്ടിട്ടും അനങ്ങാതെ അവിടെ ഇരിക്കുന്നു, മറുപടി അയക്കാതിരിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ, അതിന് ആമേൻ ഹല്ലേലൂയ. കാരണം എന്താന്ന് ചോദിച്ചാ, അത് ദൈവനാമ മഹത്വത്തിനാക്കി വെച്ചേക്കുവാന്ന്. നിന്റെ ജീവിതത്തിൽ ഇതുവരെ വിടുതൽ ഇല്ലാതിരിക്കുന്ന വിഷയത്തിൽ വിടുതൽ വരുമ്പം അനേകർ ഇതുവരെ വിശ്വസിക്കത്തില്ല എന്നല്ല, വിശ്വാസം ഇല്ലാതെ നിൽക്കുന്ന, പിന്തിരിഞ്ഞ് നിൽക്കുന്നവർ പറഞ്ഞിട്ടും വിശ്വസിക്കാതെ, അല്ലെങ്കിൽ നമ്മളിവിടെ എന്താ ആകാൻ പോകുന്നത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന പലരും വിശ്വാസത്തിലേക്ക് വരാൻ കാരണം അതിനുവേണ്ടി മാറ്റി വെച്ചേക്കുന്നേ. ഇന്നലെ രാവിലെ എനിക്കൊന്ന് താമസിച്ചൊക്കെ നേരത്തെ, അപ്പൊ ഞാൻ ജൂലിയാൻ്റെ ഇരിക്കുന്ന കരുനാപ്പള്ളി ജൂലിയാൻ്റെ മാത്രമേ അവസാനം ശേഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞായറാഴ്ച ആയിരുന്നോണ്ട് എല്ലാവരും ജോയിൻ ചെയ്യണം. അവസാനം ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ കുറെ പര്യാദയും പരിവൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു വിട്ടിരുന്നുണ്ട്. ജൂലിയാൻ്റെ കേട്ടിട്ടുണ്ട്. കാരണം കർത്താവിനോട് കുറെ പരാതിയൊക്കെ പറഞ്ഞു വെച്ചാൽ ചില സമയത്ത് നമ്മുടെ അപ്പനോട് നമുക്ക് വഴക്കിടാനൊക്കെ തല്ലു പിടിക്കാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം അനുസരിച്ചിരിക്കുന്നുള്ളത്. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ചർച്ച ചെന്ന് കയറി നിന്നപ്പോൾ മുതലേ ആദ്യത്തെ പാട്ടം കൊണ്ട് ചെന്ന് വർഷിപ്പ് ചെയ്യുമ്പോൾ കർത്താവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങിയതാ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്നലെ വർഷിപ്പിലൂടെ ഞാൻ ഇവിടുന്ന് പറഞ്ഞ പരാതിക്ക് മൊത്തം മറുപടി അവിടെ വർഷിപ്പിലൂടെ പറഞ്ഞു. ഓരോ പാട്ടും പറയും പരിശുദ്ധാത്മ എന്നോട്, ഇത് നിന്നോടുള്ളതാന്ന രീതി. അപ്പൊ ഞാൻ എന്റെ കണ്ണൊക്കെ അവിടെ മൊത്തം നിറഞ്ഞൊഴുകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ കർത്താവിന്റെ ചില ചോദ്യമൊക്കെ ചോദിച്ചാൽ കർത്താവ് നമ്മളോട് തിരിച്ചത് എന്തുകൊണ്ടാണെന്ന് മറുപടി പറയുമ്പം ഹല്ലേലൂയ, നമുക്കറിയാം കർത്താവ് ഈ പറയുന്നത് എല്ലാം അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാൽ ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ട്. അതെല്ലാം കർത്താവ് പിറുപിറുപ്പായിട്ടൊന്നും എടുക്കത്തില്ല കേട്ടോ. എല്ലാവരും നിങ്ങൾ പിറുപിറുക്കലെന്നൊക്കെ പറയും, എല്ലാം പിറുപിറുപ്പായിട്ടൊന്നും എടുക്കത്തില്ല. നമ്മുടെ സങ്കടങ്ങളൊക്കെ നമുക്ക് പറയാൻ ആരോടോ കർത്താവിനല്ലേ ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പറയുന്നുണ്ട്, കർത്താവ് അതും അതേ സെൻസ് തന്നെ എടുക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒന്നും നമുക്ക് ദൈവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമുക്ക് പരാതിയും പരിവും ഒക്കെ പറയാം. അതൊന്നും നെഗറ്റീവായിട്ട് വരത്തില്ല. ഇവിടെ നമ്മൾ കാണുന്നപ്പോൾ മർത്തയെ കുറിച്ച് എന്ന് കേട്ട്, ഇത് മർത്തയെ കുറിച്ച് കേട്ടൊക്കെ അത് നമ്മൾ ഒന്നാമത്തെ പോയിന്റ്, മർത്ത കർത്താവിനെ ഭവനത്തിൽ കൈക്കൊണ്ടു. രണ്ടാമത് കർത്താവ് സഹോദരന് സുഖമില്ലാതിരുന്നപ്പം മർത്തയും മറിയും കൂടെ ആളയച്ചു അടുത്തേക്ക്. അടുത്ത കർത്താവ് ഹല്ലേലൂയ വന്നില്ല, മരണമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നെങ്കിൽ കർത്താവ് വന്നു എന്ന് കേട്ടപ്പോൾ ഓടിപ്പോയി മർത്ത അവിടെയും ചെന്ന് കർത്താവിന് എതിരേൽക്കുന്നു. കർത്താവ് ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോഴെല്ലാം കർത്താവിന് വേണ്ടത് സകല കാര്യങ്ങളും ചെയ്തു കൊടുത്ത മർത്തയായിരുന്നു. ഒരാള് കർത്താവിന്റെ പാതപീഠത്തിരുന്ന് വചനം കേട്ടോണ്ടിരുന്നു, നല്ല കാര്യം തന്നെ വചനം. പക്ഷേ എന്നിരുന്നാലും കർത്താവ് നമ്മുടെ വീട്ടിലേക്ക് ഒരു ദൈവദാസന്മാര് ആരെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ വിളിക്കും. അവർ കടന്നു വരുമ്പോൾ അവരോട് പാതപീഠത്തിൽ പോയി വചനം കേൾക്കുക, അവർ പറയും ശുശ്രൂഷ അനുഭവിക്കുന്നത്. പക്ഷെ അവർക്ക് നമ്മൾ വേണ്ടുന്നതെല്ലാം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഒരുക്കി വെക്കണം. അവർക്ക് കൊടുക്കുമ്പോൾ വരുമ്പോൾ നമ്മൾ നല്ല ഭക്ഷണവും അതൊക്കെ കൊടുക്കും. ഏറ്റവും ബെസ്റ്റ് നമ്മളെപ്പോഴും നമ്മള് ദൈവത്തിന് അഭിഷിക്തർ വരുമ്പോൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നാണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളിവിടെ ഒറ്റയ്ക്കൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് വെച്ചാൽ കർത്താവ് അവർ വരുന്നതിന് മുമ്പ് കൂടെ എല്ലാം സെറ്റ് ചെയ്തൊക്കെ ഒരുക്കി എല്ലാം വെച്ച് പണിയെല്ലാം എടുത്തിട്ട് വൃത്തിയായി അവർ വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കും. പക്ഷേ ആ ഉത്തരവാദിത്തം മർത്ത ഏറ്റെടുത്തു. പക്ഷെ മർത്ത അത് ഏറ്റെടുക്കുമ്പോഴും അപ്പൊ പലർക്കും തോന്നി ഇതിലേക്ക് ഓടി നടക്കും മർത്ത കർത്താവിന്റെ എടുക്കുന്ന വചനം കേൾക്കുന്നത് നമ്മൾ വിചാരിക്കുമ്പോഴും മറിയുടെ ഉള്ളത്തിൽ നന്നായിട്ട് വചനം ഉണ്ടായിരുന്നു. ആ വചനത്തെയാണ് അവൾ കർത്താവിനെ എതിരേൽക്കാൻ ചെല്ലുമ്പോൾ അവൾ പോലും അറിയാതെ ഉള്ളിൽ നിന്ന് റിലീസ് ആയിക്കൊണ്ടിരുന്നു.
ആ വചനം റിലീസ്, ആ വചനം പറഞ്ഞ് തന്നെയാണ് ഹാലേലിയ സഹോദരനെ ദൈവം കർത്താവ് യേശുക്രിസ്തു വിടുവിക്കുന്നത്. ഹാലേലിയ. ആമേ. എപ്പോഴും എന്താ കർത്താവ് പറഞ്ഞ, നീ ഇപ്പോഴും എന്ത് പ്രാവശ്യം ദൈവം കർത്താവ് നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു. പിതാവ് നിനക്ക് തരുക. അപ്പൊ അത് തന്നെ കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കുന്നു ഞാൻ അറിഞ്ഞു, എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞിട്ട് ലാസറേ പുറത്തു വാ എന്ന് പറഞ്ഞ് വിളിക്കുന്ന. അപ്പൊ ലാസർ പുറത്തു വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ ലാസർ പുറത്തു വന്നത് ശേഷവും നമ്മൾ കാണുന്നത് ഇത് നിമിത്തം അനേക യഹൂദന്മാർ വിശ്വസിക്കാനിടയായി. അപ്പൊ അനേക യഹൂദന്മാരുടെ പോലും വിടുതൽ, ഏറ്റവും അസാധ്യമെന്ന് പറഞ്ഞിട്ട് നിന്ന ചില കാര്യങ്ങളുടെ വിടുതൽ പോലും മർത്ത എന്ന സഹോദരി ആ കർത്താവിനെ ഭവനത്തിൽ കൈക്കൊണ്ടത് കൊണ്ടാണ് സംഭവിച്ചത്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ നമ്മളൊക്കെ കർത്താവിനെ കൈക്കൊണ്ടവരാണ്. നമ്മുടെ ഭവനത്തിൽ കർത്താവിനോട് മറ്റനേക കാര്യത്തെക്കാട്ടി കൂടുതലൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ നമ്മൾ മുഖാന്തരമാണ് അത് സംഭവിക്കുന്നതെന്ന് ഓർക്കണം നമുക്ക്. അപ്പം വിശ്വാസത്തിലേക്ക് വരാതിരിക്കുന്ന പലരെയും കർത്താവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ആ വാതിൽ തുറന്ന് നമ്മളാണ്. അതിലേക്ക് ആദ്യമായിട്ട് എൻ്റർ ആയത് നമ്മളാണ്. നമ്മളെ മുഖാന്തരം തന്നെയാണ് നമ്മുടെ കുടുംബത്തിന് ആരൊക്കെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നാലും ആരൊക്കെ എത്രയോ വലിയ ശുശ്രൂഷ ചെയ്താലും അതിന് കാരണം നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മളെ ആ ദൈവം ആദ്യമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെയാണ് സ്പർശിച്ചത്. അത് ദൈവം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യമായിട്ട് തന്നെയാണ്. നമുക്ക് അത് ഓർത്ത് നമുക്ക് സന്തോഷിക്കാം. അതുപോലെ നമ്മൾ മുഖാന്തരം അനേക രക്ഷയിലേക്ക് വരാൻ കാരണമാട്ടെ. നമ്മൾ അറിയാണ്ടാണെങ്കിൽ നമ്മുടെ വായന റിലീസാണ് ചില വചനമൊക്കെ ചില വെളിപ്പാടുകളൊക്കെ സ്വർഗം ഏറ്റെടുക്കുക തന്നെ ചെയ്യും. അതിനകത്ത് വലിയ ഡെലിവറൻസ് ഉണ്ട്. നമ്മൾ വിശ്വാസത്തോട് പറഞ്ഞാൽ മതി. നമ്മുടെ ഉള്ളത്തിൽ കർത്താവ് ആരാണ് തിരിച്ചറിഞ്ഞ കർത്താവ് അതിനെക്കുറിച്ച് മർത്തയ്ക്ക് ഒരു ബോധമുണ്ടായിരുന്നു. കർത്താവ് ഇപ്പോഴും എന്ത് പ്രാവശ്യം ദൈവം അത് ചെയ്തു കൊടുക്കുന്നു. അതുകൊണ്ട് നമുക്കൊരു ഉറപ്പുണ്ടാകണം. നമ്മുടെ കർത്താവിനോട് നമ്മൾ എന്ത് പറഞ്ഞാലും എപ്പോഴും പിതാവ് അത് ചെയ്തു തരും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് യാചിച്ചാലും പിതാവ് പുത്രൻ മഹത്വം നിങ്ങൾക്ക് സാധിച്ചു തരുമെന്ന് പറഞ്ഞെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്കത് സാധിച്ചു. നമ്മൾ ആ വെളിപ്പാടൊക്കെ നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ഒരിടത്ത് ചെല്ലുമ്പം നമ്മൾ വെറുതെ അങ്ങ് ചെല്ലുന്നതല്ല. നമ്മളെ ദൈവം അയച്ചിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തേക്കും കടന്നു ചെല്ലുന്നത്. എന്നെ പലരും വിളിച്ചിട്ട് ഇതുവരെ പോകാത്ത ഭവനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നമ്മൾ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചിട്ട് പോലും വലിയ രോഗസൗഖ്യം നടന്നവർ പോലും വിളിച്ചിട്ടും ഞാൻ ആ ഭവനത്തിൽ ഇന്നുവരെ പോയിട്ടില്ല. കാരണം വെച്ചാൽ ദൈവം എന്നോട് പറഞ്ഞു നീ പോകാൻ നേരമായിട്ടില്ലെന്ന് പറഞ്ഞു. കാരണം അവിടെ പോയിട്ടില്ല. ഇതുവരെ നമ്മൾ അവര് എന്നിട്ട് അന്ന് ഞാൻ നാട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോ എന്നെ കാണണോന്ന് പറഞ്ഞെങ്കിൽ ആ ദേവദാസൻ വീട്ടിലേക്ക് വന്നപ്പോ അന്ന് ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നില്ല. കാണാനും പറ്റിയിട്ടില്ല. പുള്ളിക്ക് വലിയൊരു സൗഖ്യം ലഭിച്ച മനുഷ്യനാണ്. പക്ഷേ ഇതുവരെ നേരിട്ട് കാണാൻ പോലും നമുക്ക് ഇടയായിട്ടില്ല. അവർക്ക് എന്നാ ചർച്ച ഉണ്ട് അവിടെ. നമ്മൾ ചെന്ന് അവിടെ ശുശ്രൂഷിക്കാനായിട്ടൊക്കെ അവര് കാത്തു. പക്ഷേ ദൈവം പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇതുവരെ നമ്മൾ കടന്നു. അപ്പൊ അത് നമ്മൾ കടന്നു ചെല്ലണമെന്ന് ദൈവം ആഗ്രഹിക്കാത്തടത്തേക്ക് നമ്മൾ പോകാം. പക്ഷെ ദൈവം അയക്കുന്നിടത്തേക്കാ പോകുന്നത് നമുക്ക് പറയാം. നീ എന്നെ അയച്ചു എന്ന് ഇവിടെയുള്ളവർക്ക് വിശ്വസിക്കണമെങ്കിൽ നീ ഒരു അത്ഭുതം ചെയ്യണം. നീ ഒരു കാര്യത്തെ വിടരുത്, ഈ കാര്യം നീ വിടുവിക്കണം പറഞ്ഞ കൃത്യമായിട്ട് ദൈവം അത് വിടുവിക്കും. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരു നല്ല മർത്തയാകാം. നമ്മൾ ഇത്ര നാൾ മറിയാകാൻ എല്ലാവരും ആഗ്രഹിച്ചത്. പക്ഷെ മറിയാകുന്നതിനെക്കാട്ടി കൂടുതൽ ഞാൻ നോക്കിയിട്ട് പ്രയോജനം മർത്തയാകുന്നത് ഇല്ലേ? ഇപ്പൊ മർത്തയും മറിയം രണ്ട് സഹോദരിമാരെടുത്താ ഈ ഈ ഈ മർത്ത കാരണം തന്നെയാണ് എവിടെയാ മറിയക്കില് വെച്ചൊരു ഭാഗ്യം എന്താ അടുത്തത്. ഇവിടെ കർത്താവിന്റെ ശുശ്രൂഷയിൽ ഉടനീളം ക്രൂശീകരണം തുടങ്ങി പുനരുദ്ധാനം ഇവിടെ എല്ലായിടത്തും മാളിയമുറിക്കകത്ത് മറിയ ഉണ്ടായിരുന്നു നമുക്ക് ഇവരുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇവിടേക്കല്ല ഇതിനെല്ലാം വഴിവെച്ചത് ഇതിനെല്ലാം തുടക്കം കുറിച്ച വ്യക്തി മർത്തയായിരുന്നാല്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെയൊക്കെ ഭവനത്തിൽ ഒരു മർത്തമാരായി മാറാം. അനേകരെ കർത്താവുമായിട്ട് കൂട്ടിമുട്ടിക്കാനായിട്ട്, അനേക അത്ഭുതങ്ങൾ നടക്കാനായിട്ട്, ദൈവനാമ മഹത്വത്തിനായിട്ട് തീർക്കാനായിട്ടൊക്കെ നമ്മൾ ആയിത്തീരാം. എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ്.